ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 36-ാമത്തെ ശ്ലോകം. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. മലയാളം. പരം കൊതിപ്പതില്ലെന്നാൽ പരാധീനനതാം വിധം നരൻ കർമ്മങ്ങൾ ചെയ്യുവാനായി കരുതാനെന്തു കാരണം. ഹേ വാർഷ്ണേയ, അല്ലയോ വൃഷ്ണികുലജാത, വൃഷ്ണികുലേശ്വര എന്ന് ഭഗവാനെ വിളിക്കുകയാണ്. അതഹ അയം പൂരുഷ നിച്ഛനഭി കേന പ്രയുക്ത ബലാത് നിയോജിത ഇവ പാപം ചരതി. ഈ മനുഷ്യൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, ഇച്ഛിക്കാതിരുന്നിട്ട് പോലും അനിച്ഛനഭി കേന പ്രയുക്ത, ആരാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ്, ബലാത് എന്തോ ഒരു നിയോഗിക്കപ്പെട്ട പോലെ, ആരോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെ, ബലാൽ നിയോഗിക്കപ്പെട്ട പോലെ ഈ പാപങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അർജുനന് നേരത്തെ സ്വധർമ്മം അനുഷ്ഠിക്കണം, അതിന് കുറച്ച് ഗുണം കുറവാണെങ്കിലും എന്ത് കർമ്മമായാലും വിരോധമില്ല, നീ നിൻ്റെ കർമ്മം അനുഷ്ഠിക്കണം എന്നാണ്. ഇപ്പോൾ ചിലപ്പോൾ രാവിലെ തന്നെ ഇറച്ചി വെട്ടുന്ന ആൾക്കാരുണ്ടാവും. അവർ ഇറച്ചി വെട്ടുക എന്നുള്ളത് മഹാപാപമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അത് അവരുടെ ജോലിയാണ്. അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. നമ്മളെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റൊരു കാര്യത്തിൽ, ഇപ്പോൾ ശ്മശാനത്തിൽ പണിയെടുക്കുന്നവരുണ്ടാവും, എന്നും ഈ ബോഡി കത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെല്ലാം അവരുടെ ജോലി ചെയ്യുകയാണ്. അത് സ്വധർമ്മമാണ്. അത് ചെയ്യുന്നതുകൊണ്ട് വലിയ പാപം വരുന്നില്ല. അവിടെ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അർജുനൻ ഇവിടെ അപ്പം അർജുനൻ ഏകദേശമൊക്കെ മനസ്സിലായി, നമ്മളുടെ തന്നെ മനസ്സിലുള്ള തിന്മ എന്നെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ വ്യക്തമാക്കി കിട്ടട്ടെ എന്ന് വിചാരിച്ച് അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ വൃഷ്ണികുലേശ്വര, ഈ മനുഷ്യൻ വേണമെന്ന് വിചാരിച്ച് പാപം ചെയ്യാതെ തന്നെ, അത് വേണം വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, അല്ലാതെ തന്നെ നമ്മളറിയാതെ ആരോ നമ്മുടെ മനസ്സിലിരുന്ന് പ്രേരിപ്പിക്കുന്ന പോലെ ഈ പാപങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ആരാൽ പ്രേരിതനായിട്ടാണ് ഇങ്ങനെ പാപം ചെയ്യാൻ നമുക്ക് തോന്നുന്നത്? ഒന്ന് വിശദീകരിച്ച് തരുമെന്ന് പറയാണ്. ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാവരുടെ മനസ്സിലും ഒരു നന്മയുണ്ടാവും. ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവൻ ചിലപ്പോൾ തിന്മ അനുഷ്ഠിക്കേണ്ടതായിട്ട് വരികയാണ്. നമ്മുടെ മനസ്സല്ലേ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് വശംവദനായിട്ട് മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചീത്ത കാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു സ്കൂളിലൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ്, നല്ല കുട്ടികൾ ചിലപ്പോഴേ ഈ ഫോറിൻ നിന്നൊക്കെ അച്ഛനും അമ്മയും കൊണ്ടുവന്ന് നല്ല നല്ല സാധനങ്ങളൊക്കെ ചില കുട്ടികൾ കൊണ്ടുവരും. അപ്പോൾ അത് എല്ലാവർക്കും വാങ്ങാൻ കഴിവുണ്ടാവില്ല. അപ്പോൾ മറ്റ് ചില കുട്ടികൾ വളരെ നല്ല കുട്ടികളായിരിക്കും, പക്ഷെ അവർക്കിത് കണ്ടാലൊരു കൗതുകം തോന്നും, അവരത് എടുത്തിട്ട് പോകും. പിന്നെ കേസായി, കള്ളൻ ആരാണ്. എങ്ങാനും കഷ്ടകാലത്തിന് ഇപ്പം ഞങ്ങളൊക്കെ പറയും, നിങ്ങളങ്ങനെ ക്ലാസ് ഒന്ന് തുറന്ന് പറയണ്ട, ആരുടെ ബാഗിലെടുത്ത് വെച്ചാൽ ഞങ്ങളോട് പിന്നെ സ്വകാര്യമായിട്ട് വന്ന് ടീച്ചറോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ആരോടും വെളിപ്പെടുത്തില്ല, ഇപ്പം നിങ്ങളെ ആരും കളിയാക്കില്ല എന്നൊക്കെ പറയും. ചിലരങ്ങനെ ചെയ്യും. ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ എല്ലാവരുടെയും ബാഗ് തരികയെന്ന് പറഞ്ഞിട്ട് തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവനത് കള്ളനായി. സത്യത്തിൽ അവൻ ഒന്നും ഇതുവരെയും കട്ടിട്ടും ഉണ്ടാവില്ല, ഇങ്ങോട്ട് കക്കാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ടാവില്ല, പക്ഷെ ആ നിമിഷം അവൻ കള്ളനായി. പിന്നെ അവൻ്റെ പേരെന്താണ്? കള്ളൻ എന്ന് മാത്രമാണ്. അതേപോലെ സന്ദർഭങ്ങൾക്കനുസരിച്ച് ചിലപ്പം നമ്മളുടെ തിന്മ പ്രവർത്തിച്ച് എന്തെങ്കിലും പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയാണ് പാപം ചെയ്യുന്നത്, അറിയാതെ ചെയ്തു പോകുന്നതാണ്. ആരെങ്കിലും ഒരാൾ അവിടെ ഉപദേശിക്കാനുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ പാപം ചെയ്യാൻ തോന്നില്ലായിരുന്നു. പോട്ടെ, ഇനി ചെയ്തു കഴിഞ്ഞാലും അവരെ ഇനി ഭാവിയിൽ വളരെ നല്ലതാക്കിയിട്ട്, അതായത് നീ കട്ടു സാരില്ല, ഇനി ഇങ്ങനെ ചെയ്യരുത്, ഭാവിയിൽ ഇനി ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റായി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് പകരം 4 വടിയെടുത്ത് തലങ്ങും വിലങ്ങും ഒരു 10-20 അടി കൊടുക്കുക. ഇതിലേത് വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മൾ ഉപദേശിച്ച് അവനെ
നേർവഴിക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ അവൻ വീണ്ടും ഒരിക്കലും അത് ആവർത്തിക്കാതെ വളരെ നല്ലവനായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ വാൽമീകി അങ്ങനെയായിരുന്നല്ലോ. ആദ്യം കാട്ടിൽ നിന്ന് അതിലൂടെ പോകുന്ന എല്ലാ മുനിമാരെയും പിടിച്ചു പറിക്കുകയായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെയുള്ള ആൾ എങ്ങനെ ഇങ്ങനെ രാമ ജപിച്ച് ഒരു മഹർഷിയായി തീർന്നു എന്നുള്ള കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തിനാണ് ഈ പിടിച്ചു പറിക്കുന്നത്? സ്വന്തം കുടുംബം പുലർത്താനാണ്. അപ്പോഴും മുനിമാർ പറഞ്ഞത് എന്താണ്? നീ വീട്ടിൽ ചെന്ന് ചോദിക്കേ, നിൻ്റെ വീട്ടുകാർ മുഴുവനും നീ ചെയ്യുന്ന പാപം അനുഭവിക്കുമോയെന്ന്. അപ്പം എന്താ പറഞ്ഞത്? താൻ നിരന്തരം ചെയ്യുന്ന പാപങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരുമെന്ന്. ഞങ്ങൾക്കൊന്നും അതിൽ പങ്കില്ല, നീ മാത്രം അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് ഒരു ബോധോദയം ഉണ്ടായത്. പിന്നെ മഹർഷിയായിട്ട് മാറിയത്. ഇപ്പോൾ പാപം ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, സ്വന്തം മിക്കവാറും പലരും അങ്ങനെ തന്നെയായിരിക്കും. സ്വന്തം ധർമ്മം അല്ലെങ്കിൽ സ്വന്തം കുടുംബം പുലർത്താൻ വേറെ ഒരു വഴിയില്ല, അതുകൊണ്ട് കക്കുക. അങ്ങനെ ഉണ്ടാവാം, പല ദുഷ്പ്രവൃത്തികളും അല്ലാതെ ഉണ്ടാവാം കേട്ടോ. അപ്പം എന്തായാലും ഒരു നിമിഷം കൊണ്ട് നമ്മളുടെ മനസ്സിലുള്ള ചെകുത്താൻ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ മൃഗീയ വികാരങ്ങൾ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ആ പാതയിലൂടെ സഞ്ചരിക്കും. അപ്പം നമ്മുടെ ആഗ്രഹത്തിന് വിരോധമായിട്ട് വരും. അപ്പോൾ വീണ്ടും എന്താണ് ഭഗവാൻ ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, ഇത് അർജുനൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാപം ചെയ്യാനുള്ള കാരണം, ഇതൊക്കെയാണ്. അർജുനന് അത്രയ്ക്ക് ഇത് മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇതിനുള്ള മറുപടി അടുത്ത ശ്ലോകത്തിൽ കൊടുക്കുന്നുണ്ട്, 37ാമത്തെ ശ്ലോകത്തിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞവർ എല്ലാവരും കള്ളന്മാരല്ല, ഒരു നിമിഷം കൊണ്ട് അവർ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഭഗവാൻ മറുപടി പറയുന്നു 37ാമത്തെ ശ്ലോകത്തിൽ, കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിന്ധ്യേന മിഹ വൈരിണം. രജോ ഗുണത്തിൽ നിന്നുണ്ടാം കാമക്രോധങ്ങൾ രണ്ടുമേ, എല്ലാറ്റിനും പാപരല്ലോ ശത്രുക്കളാമവർ. ഏഷഃ രജോ ഗുണസമുദ്ഭവഃ മഹാശനഃ മഹാപാപ്മാ കാമഃ ഏഷഃ ക്രോധഃ ഏനമിഹ വൈരിണം വിദ്ധി. ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യാൻ പ്രേരിതരാകുന്നത്? അറിയാതെ പോലും വേണമെന്ന് വിചാരിച്ചല്ലാതെ എന്ന ചോദ്യം, അർജുനൻ്റെ ചോദ്യം. നമ്മുടെ മനസ്സിലുള്ള ചെകുത്താൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഭഗവാൻ പറയാണ്, ഏഷഃ രജോ സമുദ്ഭവഃ മഹാശനഃ. ആ നാശം ചെയ്യുന്നത് വിനാശകാരി രജോ ഗുണത്തിൽ നിന്നുണ്ടായതും എത്ര തിന്നാലും മഹാശനഃ തിന്നിട്ട് ആർത്തി തീരാത്തതും മഹാപാത്മാ കാമഃ സ്വഭാവമുള്ള കാമവുമാകുന്നു. കാമത്തിൽ നിന്ന് എന്തുണ്ടാവുന്നു? ക്രോധമുണ്ടാവുന്നു. ഇവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, നല്ലത് ചെയ്യുന്നതിൻ്റെ ശത്രുക്കളാണ്. അത് നീ മനസ്സിലാക്കണം. ഏഷഃ കാമഃ ഏഷഃ ക്രോധഃ. ആഗ്രഹത്തിൽ നിന്ന് കാമമുണ്ടാകുന്നു, കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചെകുത്താനെയാണ് ഇവിടെ കാമം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് വിളിക്കുന്നത്. അത് കാമവും ക്രോധവും ശരിക്കും രണ്ടല്ല, കാമം ക്രോധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ് ആഗ്രഹം, ആഗ്രഹത്തിൽ നിന്ന് കാമം, കാമത്തിൽ നിന്ന് കാമം സാധിക്കുന്നില്ലെങ്കിൽ എന്താണ്? ക്രോധം. എത്ര തിന്നാലും ആർത്തി മാറാത്ത ഒരു രൂപം എന്ന് പറയണ പോലെ, എത്ര തിന്നാലും മഹാശനഃ, എത്ര തിന്നാലും പോരാ, അങ്ങനെയുള്ള ആർത്തി, അതാണ് ആഗ്രഹം. ലോകത്തിൽ ആർക്കെങ്കിലും എനിക്കെല്ലാം മതി, എനിക്ക് എല്ലാ സാധനവും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്ന എല്ലാം സാധിച്ചിട്ടുണ്ട്, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഒരാഗ്രഹവും ജീവിതത്തിലില്ല, അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്നവൻ അത്രയും ഭാഗ്യവാനാണ്.
നമുക്ക് എന്തായാലും ഇതൊക്കെ നമ്മൾ നാരായണീയം പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സുഖസൗകര്യങ്ങൾ എന്താണോ അതിൽ നിന്ന് ഒരു പടി കൂടുതൽ. ഒരു സൈക്കിളാണെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങണം, സ്കൂട്ടറാണെങ്കിൽ ഒരു കാറ് വാങ്ങണം, കാറാണെങ്കിൽ കുറച്ചും കൂടെ വലിയ സീറ്റെടുത്ത് കാറ് വാങ്ങണം. 4 സീറ്റ് പോരാ, ഇനി 7 സീറ്റ് 8 സീറ്റ് വേണം, പ്രത്യേകിച്ച് മക്കളും മക്കളുടെ മക്കളൊക്കെ ആകുമ്പോൾ. അങ്ങനെ ആ ആഗ്രഹം പോകും. ചെറിയ ജോലി കിട്ടി, ചെറിയ ജോലിയിൽ ശമ്പളം പോരാ, കുറച്ച് വലിയ ജോലി കിട്ടി, അതിപ്പോൾ എന്താ, ഇനി മാനേജറായ കുറച്ചും കൂടെ കിട്ടുമല്ലോ, എന്നാൽ അതിലേക്ക് പോവാം. മാനേജറായി കഴിഞ്ഞാലോ, അല്ല കോടീശ്വരനാവാൻ വല്ല വഴിയുണ്ടോ? അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴാണ് ആഗ്രഹം നിൽക്കുക? ഫുഡിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും എല്ലാറ്റിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ആണെങ്കിലും നമുക്ക് എന്തൊക്കെ കിട്ടിയാലും ഒരിക്കലും നമ്മുടെ ആഗ്രഹം നിൽക്കാനേ പോകുന്നില്ല. ഇനി ആഗ്രഹം സാധിച്ചില്ലെങ്കിലോ നമുക്ക് എന്ത് വരും? ക്രോധം വരും. ചിലർക്കല്ല, മിക്കവാറും എല്ലാവർക്കും തന്നെ ക്രോധം വരും. അപ്പോൾ ആഗ്രഹം കാമമാണ്, കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാവുന്നു. ഈ ക്രോധം എന്ത് ചെയ്യുന്നു? ക്രോധം കൊണ്ട് നമ്മൾ അക്രമങ്ങൾ ചെയ്യുന്നു. എന്താ ചെയ്യാന്ന് യാതൊരു ലക്ഷ്യമില്ല. എന്തൊക്കെ ഇപ്പോൾ കാണാമല്ലോ, TV തുറന്നാൽ മതി. ഞാൻ പോയിട്ടില്ല താഴേക്ക്, അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഉച്ചവരെ തുറക്കാറില്ല. അപ്പോൾ TV ഒന്ന് തുറന്ന് വെച്ചാൽ മതി, എന്തൊക്കെയാണ് അക്രമങ്ങൾ നടക്കണമെന്നറിയാം. ഓരോ മനുഷ്യനും നമ്മൾ മൂക്കിൻ്റെ തുമ്പത്ത് കോപം എന്ന് പറയില്ലേ ഇപ്പോൾ ഏതോ പാട്ടിൽ, അതേപോലെയാണ്. എല്ലാവർക്കും കോപം മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യണമെന്ന് ഒരു ബുദ്ധിയും ബോധവുമില്ല. എന്താണ് ഞാൻ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പണ്ട് അമ്മയൊക്കെ പറയുമായിരുന്നു, നമ്മൾ മനുഷ്യൻ മാംസവും മത്സ്യമൊക്കെ മനുഷ്യൻ തിന്നുന്ന സാധനങ്ങളല്ല, അത് മറ്റ് മൃഗങ്ങൾക്കൊക്കെ തിന്നാനുള്ളതാണ്. അതൊക്കെ തിന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വികാരം മുഴുവൻ ചെകുത്താൻ്റെ സ്വഭാവം പോലെയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഒരു സിംഹം അല്ലെങ്കിൽ പുലി ഒക്കെ മറ്റുള്ള മൃഗങ്ങളെ ആക്രമിക്കുന്ന പോലെ അങ്ങനെയുള്ള ഭക്ഷണം, അവർ മാംസമാണല്ലോ തിന്നുന്നത്, പച്ചമാംസം കടിച്ച് കീറി തിന്നല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ മാംസം നമ്മൾ തിന്നാൽ, മനുഷ്യൻ തിന്നു കഴിഞ്ഞാൽ മനുഷ്യനും അതുപോലെ മൃഗീയമായിട്ട് മാറുമെന്ന് പറയാറുണ്ട് എപ്പോഴും. വെജ് കഴിക്കുന്നതിന് കാരണവും നോൺ വെജ് കഴിക്കുന്നവരോടുള്ള വിരോധവുമായിട്ട്. സത്യം പറയാച്ചാൽ ചിലപ്പോൾ ഒക്കെ ആലോചിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ മൃഗീയമായിട്ടുള്ള സ്വഭാവങ്ങൾ മുഴുവനായിട്ട് നമുക്ക് വരുന്നത് ഇത് കഴിക്കുന്നതുകൊണ്ടാണത്രേ. അങ്ങനെ പറയുന്നു. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് കേട്ടോ, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തിന്നാം. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി തിന്നോളൂ, ഒരു വിരോധമില്ല കേട്ടോ. എനിക്ക് എന്തിനാ വിരോധം? ഒരു വിരോധമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഗ്രഹം കൂടുന്നു. ഈ ആഗ്രഹം എനിക്ക് ഒന്നും വേണ്ടാന്ന് ആരും തന്നെ പറയാൻ പോകുന്നില്ല. ആഗ്രഹം ഒരിക്കലും നിൽക്കുന്നില്ല. അപ്പോൾ ഈ ആഗ്രഹം കൂടുമ്പോൾ നമ്മളെ എന്ത് ബാധിക്കും? മായ ബാധിച്ചാൽ എന്താ സംഭവിക്കുക? ഈശ്വരിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോവും. തിരിച്ചു ആവാട്ടോ. ഇതൊന്നും ആഗ്രഹങ്ങൾ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈശ്വരനോട് അടുക്കുകയും ചെയ്യാം. ഒരാഗ്രഹങ്ങളും എനിക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേശ്ശെ ഈശ്വരനോട് അടുക്കുകയും ചെയ്യും. അപ്പോൾ ആഗ്രഹം കൂടിക്കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ സഞ്ചിത കർമ്മത്തിൻ്റെ സഞ്ചി ഒഴിവാക്കാനാണ് നോക്കണത്. നമ്മുടെ കർമ്മബന്ധങ്ങളൊക്കെ ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞത്? എല്ലാ സഞ്ചിയൊക്കെ കാലിയാക്കിയിട്ട് പോയാലേ അടുത്ത ജന്മം ഇല്ലാതിരിക്കുള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്? ആഗ്രഹം കൂടിക്കൂടി വരികയാണ്. ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ക്രോധം. ഇങ്ങനെ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു സംശയവുമില്ല, അടുത്ത ജന്മത്തിലും വരേണ്ടി വരും നമ്മൾ. ആ ജന്മത്തിലും ഇതുപോലെ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ വീണ്ടും അടുത്ത ജന്മം വരേണ്ടി വരും. അങ്ങനെ നമ്മുടെ ജന്മങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി ഇതാണ് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇതിനെന്താണിപ്പോൾ വഴി? ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ആഗ്രഹം ഇല്ലാണ്ടേക്കുക. അതെങ്ങനെയാണ് സാധിക്കുക? അതിന് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല മനുഷ്യർ, ഋഷിമാർ പറയുന്ന കാര്യങ്ങൾ നല്ല പോലെ തത്വവിചാരം ചെയ്യണം. അതായത് അതിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു സന്തോഷം വന്നാൽ അത് നൈമിഷികമാണ്, കുറച്ച് നേരം നിലനിൽക്കുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. നമുക്കൊരു ദുഃഖം വന്നാലും അത് കുറേ കാലം ദുഃഖിച്ച് നടന്നിട്ട് കാര്യമില്ല, അതിൽ നിന്ന് നമ്മൾ മോചനം കിട്ടണം. അങ്ങനെ നമ്മൾ എല്ലാറ്റിൽ നിന്നും സമചിത്തതയോടെ പെരുമാറണം. അല്ലെങ്കിൽ അതാണ് ഒരു ജ്ഞാനി, അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ, സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു.
അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കാമവും ക്രോധവുമാണ് നമ്മുടെ രണ്ട് വലിയ ശത്രുക്കൾ. ഈ ശത്രുക്കളിൽ നിന്ന് നമ്മൾ രക്ഷ നേടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, ഇത് മാത്രം. ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഇതൊക്കെ ഭഗവാൻ നമ്മളോട് പറയുന്നതാണ് കേട്ടോ, അർജുനനോട് എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും തത്വവിചാരം ചെയ്തിട്ട് സന്തോഷം എന്ന് നിലനിൽക്കുന്നുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ തത്വവിചാരം എന്ന് പറഞ്ഞാൽ എല്ലാം ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളിങ്ങനെ ചോദിച്ചു നോക്കണം, അത് ശരിയാണോ, അതാണോ ശരി, ഇതാണോ ശരി, ഏത് വേണമെങ്കിൽ എടുക്കാം, ഏതാണ് ശരി വെച്ചാൽ നമുക്കത് എടുക്കാം. അങ്ങനെ നമ്മുടെ മനസ്സിലിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നീ മനസ്സിലുള്ള കാമവും ക്രോധവും ഒക്കെ, കാരണം എന്താ, കാമവും ക്രോധവും എപ്പോഴും നമ്മുടെ ജ്ഞാനം, നമ്മുടെ മനസ്സിലുള്ള ജ്ഞാനത്തെ കെടുത്തും. അതുകൊണ്ട് നീ തന്നെ, ഇത് രണ്ടും പാപസന്തതികളാണ്, മാത്രമല്ല അത് ചെയ്ത് പെറ്റ് വരികയും ചെയ്യും. അതായത് കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീ ഇതെല്ലാം ഒഴിവാക്കൂ അർജുന, അതാണ് ഇതിനുള്ള ഒരു വഴി. ഇനി 38ാമത്തെ ശ്ലോകമാണ്, അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മകൽപ്പിതുമിത്തമുദ്ധാവിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.